ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 മുട്ട പൊട്ടിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി പോകരുത്. ഒരു പിഞ്ച് ഉപ്പ്, 2 ഡ്രോപ്പ് വാനില എസൻസ്, ഒരു ബൗൾ ഗോതമ്പ് പൊടി, ഒരു ബൗൾ മൈദപ്പൊടി, അതേ ബൗളിൽ തന്നെ പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതാ ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചുട്ടെടുക്കാം. തീ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കാം. പാൻ കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെടും. ഇങ്ങനെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അല്പം കൂടി പോകരുത് കേട്ടോ. ഇങ്ങനെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതൊരു പാത്രം എടുത്തിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 കപ്പ് പാല്, എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കുക. നിങ്ങളുടെ കയ്യിൽ മിൽക്കി മേഡ് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ പിന്നെ അത് വെച്ചാലും മതി. അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് ക്രീം പരുവത്തിലാക്കിയെടുക്കുക. എൻ്റേത് കുറച്ച് ഡ്രൈ ആയിപ്പോയി. പിന്നെ എനിക്ക് വേറെ ബാറ്റർ ഉണ്ടാക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുക. നമ്മുടെ ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഉള്ളത്? എൻ്റെ കയ്യിലുള്ളത് ആപ്പിളും പഴമാണുള്ളത്. അത് വെച്ച് ഈ 3 ഷേപ്പിലൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെയെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം റെഡിയാക്കി എടുക്കുക. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഹണി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.